ആക്ച്വലി എന്നാ ഉണ്ട് വിശേഷം? സുഖം, സന്തോഷം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അഞ്ജലിയുടെ ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത്. ബീങ് എ ബോൾഡ് അല്ലേ, ഭയങ്കര ബോൾഡാണ് അഞ്ജലി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ആ വേണ്ടിയ ആഗ്രഹങ്ങളൊക്കെ അഞ്ജലി നടത്തിയിട്ടുണ്ട്. ഒരിക്കലും ഇല്ല, എനിക്ക് ഇനിയും ആഗ്രഹങ്ങൾ ഇഷ്ടം അല്ല മീൻസ് ആസ് സോ ഫാർ എല്ലാം ആഗ്രഹങ്ങൾ നമ്മൾ നടത്തിയിരിക്കുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യാനുള്ളൊരു ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അഞ്ജലിയുടെ? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നല്ല നല്ല മൂവീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതും എൻ്റെ മാതൃഭാഷയായ മലയാളത്തിൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ വേറൊരു ആഗ്രഹം കൂടിയുണ്ട്. അതിപ്പോൾ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇട്ടായിരുന്നു. ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ഞങ്ങൾ കുറെ വീട്ടമ്മമാർക്ക് ഇതൊന്നും ഇല്ല. എനിക്ക് ഞാൻ ഒരാളോട് എനിക്ക് ഭയങ്കര ക്രഷാണ്. അപ്പൊ പുള്ളിയുടെ കൂടെ ഒരു ചിറ്റ് ചാറ്റ് ആൻഡ് ഒരു കോഫി അല്ലെങ്കിൽ ഒരു സെൽഫി. ആ ആളെ കേട്ട് ചേച്ചി ചിരിക്കരുത്, ചെവിയിൽ പറഞ്ഞാൽ മതിയോ? പ്ലീസ്. ഭയങ്കര ഈഗറായിട്ട് നോക്കൂ. ആരാടാ അത്? പുള്ളീനെ ഫസാന്നാണ് വിളിക്കുക. ദുബായ് പ്രിൻസ് ആണ്. ഞാൻ വിചാരിച്ചു ദൈവമേ എന്നെ കൊണ്ട് പറ്റുന്ന ഇപ്പൊ ചെയ്തു കൊടുക്കാതെ. ആക്ച്വലി മേ ഗോഡ് ബ്ലെസ് യു ടു ഗെറ്റ് ദാറ്റ്. ഇല്ല, കുഞ്ഞാഗ്രഹല്ലേ അത്? വളരെ കുഞ്ഞല്ലേ. എനിക്കിങ്ങനെ കൊച്ചാഗ്രഹങ്ങളേ ഉള്ളൂ ചേച്ചി, വലിയ വലിയ ആഗ്രഹങ്ങൾ. ഇത്ര കൊച്ചൊക്കെ ആഗ്രഹിച്ചാ മതി. കേട്ടല്ലോ അല്ലേ, ദുബായ് പ്രിൻസിനെ. എന്റെ അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, നമ്മൾ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോ എപ്പോഴും ഹൈ ആയിരിക്കണം. അപ്പോഴാണ് കുഞ്ഞെങ്കിൽ നടക്കുക. സത്യം, ഐ എഗ്രി വിത്ത് യു. ബിക്കോസ് നമുക്ക് വലിയ ആഗ്രഹിച്ചാലേ ഇച്ചിരി കിട്ടുള്ളൂ. ഈ മല പോലെ ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടുന്ന കേട്ടിട്ടില്ലേ? അതേപോലെയാണ്. കറക്റ്റാ മോളെ, അത് പറയുന്നത് വളരെ ശരിയാണ്. ഐ ട്രൂലി എഗ്രി വിത്ത് യു. ബിക്കോസ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ മോള് പറഞ്ഞു ഒരുപാട് ഫിലിംസ് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ ഒരുപാട് ഫിലിംസ് ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെയ്യണം. ഞാൻ ഓക്കെ ചെയ്യണം. ഓക്കെ, ചെയ്തത് നമ്മുടെയൊക്കെ ലെജൻഡായ മമ്മൂക്കായുടെ കൂടെയാ. സി, തന്റെ ഒരു എക്സ്പീരിയൻസ് എന്നാന്ന് പറഞ്ഞത് ചേച്ചിയോട് എനിക്ക് എസ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ല. മമ്മൂക്കയുടെ കൂടെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, മമ്മൂക്കയുടെ കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. വെരി മച്ച്. ബിക്കോസ് നമ്മൾ ആക്ടിംഗ് ലെവലും കൂടെ ഒന്നും കൂടെ നന്നാക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രമിച്ചോണ്ടിരിക്കും. സത്യം. ബിക്കോസ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സമയത്ത് കറക്റ്റാ നമ്മള് ശരിയായോ, പുള്ളിയുടെ മുമ്പിൽ മോശമാവോ? പക്ഷെ ഒരു കാര്യമുണ്ട് ആക്ച്വലി, നമ്മൾ ചെയ്യുമ്പോ ഉണ്ടല്ലോ പുള്ളി നമ്മളെ മാക്സിമം എൻകറേജ് ചെയ്തു. സത്യം ഇല്ലേ? നമ്മൾ ഒരിക്കലും ഇത്രേ ഉള്ളോ എന്നല്ല, ഇത് ചെയ്യുക, അങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്കുക. എന്നൊക്കെ ഫസ്റ്റ് വന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ ഇപ്പൊ ചേച്ചി ഞാൻ ഇരിക്കുന്നില്ലേ, എന്റെ ഫസ്റ്റ് എന്റെ ഫിലിമിലാവട്ടെ എന്റെ മമ്മൂക്കയുടെ കൂടെ ആവട്ടെ ഫസ്റ്റ് ടേക്ക് എനിക്ക് മമ്മൂക്കയുടെ കൂടെ തന്നെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ ഇങ്ങനെ ഇരിക്കുക, കോഫി കഴിച്ച് സ്നാക്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മമ്മൂക്ക പറഞ്ഞു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇങ്ങനെ എന്റെ ഫസ്റ്റ് ടേക്ക്. അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ, പേടിക്കണ്ട, നമുക്ക് ആ ഒരു ഇത് തരാം. ഇവിടെ എനിക്ക് തോന്നുന്നു അഞ്ജലി മമ്മൂക്കയുടെ മുമ്പിൽ ദൈവമേ ഇത് എങ്ങനെ കഴിക്കുന്ന ശരിയാവോ? അപ്പൊ ഞാന് സെറ്റിലേക്ക് കഴിക്കാതെ പോയത്. അപ്പൊ ഞാൻ നോർമലി കഴിച്ചു. അപ്പൊ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. സെക്കൻഡ് എനിക്ക് റേപ്പ് സീനായിരുന്നു. അയ്യോ, അത് കുറച്ച് ബുദ്ധിമുട്ടി. ഈ അലമുറയിട്ട് കരയുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ. ഓക്കെ, അതിൽ മാത്രം കുറച്ചൊരു സ്ട്രെസ്. സെക്കൻഡ് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ടെൻഷനായി. മീൻസ് ബ്ലഡ് ഒക്കെ വായിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. എങ്ങനെ ചെയ്യാൻ? അപ്പൊ ഫസ്റ്റ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ഓ ഗോഡ് ഇത്രയേ ഉള്ളൂ, എളുപ്പമല്ലേ ചെയ്യാൻ. സെക്കൻഡ് അല്ലേ, ആ ക്യാരക്ടർ ശരിക്കും അഞ്ജലി നല്ല അസലായിട്ടാ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ അഞ്ജലി മെയിൻ ആയിട്ട് അഞ്ജലിക്ക് ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാ കൂടുതൽ ചെയ്യാൻ? ഇല്ല, ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയിൽ ഞാൻ 10th സ്റ്റാൻഡേർഡിലുള്ള ഒരു കുട്ടി മുതൽ 35 ഇയേഴ്സ് വരെയുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള, നല്ല ചേഞ്ച്, 35 ഏജ് വരെയുള്ള ഒരു സ്ത്രീ വരെയാണ്. അപ്പം എന്താന്ന് വെച്ചാല് എനിക്ക് 13 വയസ്സായ ഒരു മോളൊക്കെ ഉണ്ട് അതില്. അപ്പം ആ 10th ഇപ്പൊ ഞാൻ കുറച്ച് സ്കൂൾ ഡേയ്സ് ചെയ്യാൻ വേണ്ടിട്ട്. അതെ, അപ്പം ഞാൻ 12 കിലോ ഇപ്പൊ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്തു, ഫുഡ് നന്നായി കൺട്രോൾ ചെയ്തു. അപ്പം നന്നായി ഒരു ഹെവി വർക്കൗട്ട് തന്നെ ചെയ്തു. അപ്പൊ എന്നെ കാണുന്ന സമയത്ത് ഇപ്പൊ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഇത്രയല്ലായിരുന്നു, 68 ഉണ്ടായിരുന്നു. ഇപ്പൊ 50, 51, 52 ആ ഒരു ഇതേ ഉള്ളൂ.
അപ്പൊ അത്രയും ഇത് വന്നു. ഇതൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനം വരണ്ടേ, പക്ഷെ ആവുകയല്ല, അത് വേറെ കാര്യമാ. ആവും പക്ഷെ മെനക്കെടണ്ടേ, എന്നാലല്ലേ പറ്റത്തുള്ളൂ. കേൾക്കാൻ ഭയങ്കര ഇഷ്ടാ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മെലിയല്ലേ എന്ന്. ഇല്ല, ആക്ച്വലി അത് ആ ക്യാരക്ടർ വാണ്ട് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ 10th നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ബീങ് ആൻ ആക്ട്രസ്, നമുക്ക് ആ ഒരു ക്യാരക്ടർ ബെസ്റ്റ് മാത്രം. ഓക്കെ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എനിക്ക് മെലിയണം എന്നൊക്കെ ഞാനൊരു ഫുഡിയാണേ. ഫുഡി ആയ ആള് ഇത്രയും ഡയറ്റ് ഒക്കെ നോക്കി എങ്ങനെ അഞ്ജലി പറ്റുന്നേ? ഞാൻ ഇപ്പൊ തന്നെ ചിക്കൻ അതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള എല്ലാരും പറയും ചിക്കൻ കഴിക്കണം ഡയറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ കൊഴുപ്പൊക്കെ മുഴുവനായി നിർത്തി. കൊഴുപ്പില്ലാത്തൊരു ഡയറ്റാ എടുത്തത്. ഓക്കെ, അപ്പൊ എന്നാ നാടൻ കോഴി കഴിക്കാം? തീർച്ചയായും. ഓക്കെ. പിന്നെ ബീഫ് അതൊന്നും പറ്റത്തില്ല? ബീഫ്, മട്ടൺ, ഫിഷ് കഴിക്കും. ബിക്കോസ് ഡ്യൂ ടു ദിസ് ഡയറ്റ് അല്ലേ? ഇത് കഴിഞ്ഞ അഞ്ജലി നോക്കിക്കോ, ഈ കഴിക്കാൻ മേലാത്തൊക്കെ അന്നേരം തീർത്തു തരുവേ. തീർച്ചയായും. ബിക്കോസ് ഫുഡ് ഈസ് എനിക്ക് ഇഷ്ടമാണ്, എസ്പെഷ്യലി അറേബ്യൻ ഫുഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അഞ്ജലി ഒരു കാര്യം ചോദിക്കട്ടെ, ബേസിക്കലി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എപ്പോഴും നോൺ വെജ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ജനിക്കുമ്പോ തന്നെ ഈ പറഞ്ഞ പോലെ പല പെരുന്നാളും അങ്ങനെ എല്ലാം വരുമല്ലേ? മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു പെരുന്നാൾ ഇല്ല. ഞങ്ങൾ എന്താന്ന് വെച്ചാൽ മോർണിംഗ് എണീക്കുമ്പോ തന്നെ പത്തിരി ചിക്കൻ കറി, അല്ലെങ്കിൽ പത്തിരി ബീഫ് വരട്ടിയത്, അല്ലെങ്കിൽ ബീഫ് ഉലർത്തിയത്, പുട്ട് അതിനും ബീഫ് കറി, പുട്ട് ബീഫ്, അല്ലെങ്കിൽ പുട്ട് മീൻ കറി. വെജിറ്റേറിയൻ ഒത്തിരി കുറവാന്ന് തോന്നുന്നു അല്ലെ ആക്കുന്ന വീട്ടിൽ. ഞങ്ങൾക്ക് ഇപ്പം നോർമലി ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഹിന്ദു ഫാമിലീസിലൊക്കെ ഏതെങ്കിലും ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു ഓണം, വിഷു ആ സമയത്തൊക്കെയാണ് ബീഫോ ചിക്കനോ ഉണ്ടാക്കുക. പക്ഷെ ഞങ്ങള് ഈ സാമ്പാർ, അവിയൽ, തോരനൊക്കെ അല്ല അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചിമാരോ ആരെങ്കിലും തരുന്ന സമയത്താണ്. അങ്ങനെ മോസ്റ്റ്ലി മുസ്ലിം ഫാമിലിയിൽ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ഉച്ചയ്ക്ക് ഊണിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ തോരൻ അതൊക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ കൂടുതലും നോൺ വെജ് ഉണ്ടാവുക. എന്താ വെച്ചാൽ ഫിഷ് കറി ഉണ്ടാവും, അല്ലെങ്കിൽ ബീഫ് കറി, അതിന്റെ കൂടെ തോരനെല്ലാം ഉണ്ടാവും. അപ്പോഴും ചില സമയത്ത് ഈ ഇടിച്ച ഇതൊക്കെ ഇല്ലേ, ഇറച്ചി, അതുകൊണ്ടുള്ള തോരനൊക്കെ ഉണ്ടാക്കൂ. ഞാൻ പറയാം, മലബാർ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഭക്ഷണത്തിന്റെ ഒരു കലവറയാ അത്. അവൻ അറേബ്യൻ ഫുഡ്സ് ഇഷ്ടാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അറേബ്യൻ ശരിക്കും അറേബ്യൻ ഒരുപാട് ഇതല്ലടാ, ഗ്രില്ലുണ്ട്, പക്ഷെ ഒരു ഓവർ അങ്ങനെയല്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് അറേബ്യൻ ഫുഡ്സിലൊക്കെ മീൻസ് അവര് എന്താ പറയാ, നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് അവരെ ഓൾമോസ്റ്റ് ഫുഡ്സ് എന്ന് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ മന്തി, ബുക്കാരി, മജ്ബൂസ് അല്ലേ, സ്റ്റീംഡ് ആണ് എല്ലാം. ഇപ്പൊ നോർത്തി പോഹ, അതേപോലെയുള്ള അതൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ? പക്ഷെ നമുക്ക് അവൽ ഇച്ചിരി വിളയിച്ച് തിന്നുന്നത് തന്നെയാണ് ഇഷ്ടം. പോഹ ഒക്കെ ഉപ്പുമാവ് പോലെ തിന്ന. പോഹ മീൻസ് എന്നാന്ന് വെച്ചാൽ അവല് ഈ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനം, ഒരു വേറെ ടൈപ്പ്, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പം ഹൈദരാബാദി ചിക്കൻ കറിയൊക്കെ കുറച്ചും കൂടെ സ്പൈസി അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ. ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ നമ്മുടെ നാട് പൊക്കി പറയുന്നതല്ല ഞാൻ പറയുന്നത്, എല്ലാ നാട്ടിലും ഓരോ സ്പെഷ്യൽ ഉണ്ട്. ദാബ സ്റ്റൈലുള്ള ചിക്കൻ കറി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ചേച്ചി, ഇപ്പൊ നിങ്ങളെ ഈ കോട്ടയം, ട്രിവാൻഡ്രം ഈ സൈഡിലേക്കുള്ള ആലപ്പി ആ സൈഡിലൊക്കെ ഉള്ള ഫിഷ് കൊണ്ടുള്ള നല്ല ടേസ്റ്റ് അല്ലേ? ഇത് മീൻസ് ആ കറുത്ത ഞങ്ങളുടെ നാട്ടിലേക്ക് കൊടംപുളി ഉപയോഗിക്കും, പക്ഷെ കുറവാണ്. ഓ അത് ശരി, അതുകൊണ്ട് കുറവാ മോളെ. കോട്ടയം, കാഞ്ഞിരപ്പള്ളി ആ സൈഡിലോട്ടായിട്ട് നല്ല ടേസ്റ്റ് ആണ്. മുളകിട്ട കൊടംപുളിയിട്ട കറി നല്ല ടേസ്റ്റാ, നല്ല സ്പൈസി ആവുന്നു. ഇച്ചിരി കപ്പയുടെ കൂടെ ഒക്കെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റാ. ഓക്കെ.